ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഓൾ ഇൻ വൺ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ കിച്ചൻ്റെ അകത്താണ് ഗൈസ്. ഇന്ന് തകർപ്പൻ അൽഫഹം റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡിനോടാണ് പ്രിയം കൂടുതൽ. എൻ്റെ പൊന്നോ, അത് വാങ്ങാൻ ഷോപ്പിൽ പോയി നിന്നാലോ 1 മണിക്കൂറെങ്കിലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ അതൊന്നും വേണ്ടതേ, നമുക്ക് വീട്ടിൽ നല്ല തകർപ്പൻ അൽഫഹം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വീട്ടിലുണ്ടാക്കിയാലോ ടേസ്റ്റ് സൂപ്പറാണെന്ന് മാത്രമല്ല, കൂടുതൽ ഹെൽത്തി ആയിട്ട് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓയിലൊക്കെ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ആഡ് ചെയ്ത്, എരിവും ഉപ്പും എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ അൽഫഹം റെഡിയാക്കി എടുക്കുന്നതേ എയർ ഫ്രയറിൻ്റെ അകത്താണ് കേട്ടോ. പിന്നെ നമ്മുടെ അൽഫഹത്തിന് വേണ്ടി ഇതാ ഒരു ഫുൾ ചിക്കൻ നല്ല കഴുകി റെഡി നല്ല സെറ്റാക്കി സൂപ്പറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ അങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് വരഞ്ഞങ്ങോട്ട് എടുക്കണം. മസാല എല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് വരഞ്ഞ് അതിനെ റെഡിയാക്കി എടുത്ത് വെക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ സെറ്റാക്കി വെച്ചതിന് ശേഷം മസാലയിലേക്ക് പോവാം. മസാലയ്ക്കായിട്ട് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് നന്നായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ടേസ്റ്റിന് കുരുമുളക് സൂപ്പറാണ്. സ്പൈസി ആയിട്ടുള്ളവർക്ക് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് നന്നായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ഈ കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. മിക്സിയിലോ കല്ലിലോ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. അങ്ങനെ അതിലേക്ക് വേണം നമ്മുടെ ഈ മസാല ഇട്ട് കൊടുക്കാൻ. അതിനകത്ത് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ചിലർ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഇട്ട് ഇങ്ങനെ ഇളക്കാറുണ്ട്. ഞാനിപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഈ മസാല മാത്രമായിട്ടിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ റെഡിയാക്കി വെക്കുന്ന ചിക്കൻ്റെ അകത്തോട്ട് ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ അകത്തും പുറത്തും എല്ലാം നന്നായിട്ട് മസാല ആവശ്യത്തിന് തേച്ച് പിടിപ്പിച്ച് വെക്കുക. എന്നിട്ട് അതിന് മുമ്പായിട്ട് ഇത്തിരി തൊട്ട് നാക്കി വെച്ച് നോക്കണം കേട്ടോ, ആവശ്യത്തിന് എരിവും ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന്. എന്നിട്ട് വേണം തേച്ച് പിടിപ്പിക്കാൻ. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഒരു 2 hours എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ എയർ ഫ്രയറിലേക്ക് വെക്കാൻ വേണ്ടി എടുക്കാൻ. പിന്നെ നമുക്ക് ഈ എയർ ഫ്രയറിൻ്റെ അകത്ത് കണ്ടല്ലോ, അൽഫഹം മാത്രമല്ല ബ്രോസ്റ്റഡും അതുപോലെ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും എല്ലാം ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ 2 hours കഴിഞ്ഞ് എടുത്ത് എയർ ഫ്രയറിൽ പ്രീഹീറ്റൊക്കെ കൊടുത്തിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. ഒരു 20 minutes ആണ് ഫസ്റ്റ് വെക്കുന്നത്. 20 minutes വെച്ചതിന് ശേഷം നമ്മളതിനെ എടുത്ത് നോക്കണം, എന്തുമാത്രം ആയെന്നുള്ളത് നോക്കുമ്പോൾ അറിയാം. എന്നിട്ട് നമ്മളതിനെ മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് എഗെയിൻ 20 minutes കൂടെ കുക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 40 minutes ആണ് നമ്മളിവിടെ വെക്കാറുള്ളത്. ആ 40 minutes കൊണ്ട് നല്ല സൂപ്പറായിട്ട് നമ്മുടെ അൽഫഹം റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇനി ഷോപ്പിലെങ്ങും പോയി ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. 1 hour മതി നമ്മുടെ വീട്ടിലിത് സെറ്റാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ അൽഫഹത്തിന് ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം വെയിറ്റുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. ഒത്തിരി ഹെവി ആണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് മസാലയ്ക്ക് എത്ര വരിഞ്ഞ് വെച്ചാലും അത് പിടിക്കാൻ ഇത്തിരി പാടായിരിക്കും. അതുകൊണ്ടൊരു മീഡിയം ചിക്കൻ വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും ബൈ.